ഒരേക്കർ സ്ഥലവും 2400 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു നല്ല ഗംഭീര വീടും മൊത്തം തേക്കൻ തടിയൊക്കെ ഇട്ട് പണിതിരിക്കുന്ന ഒരു തടിക്കച്ചവടമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരാളുടെ വീടാണ്. അതുകൊണ്ട് തന്നെ ഉപയോഗിച്ചിരിക്കുന്ന തടി എന്ന് പറഞ്ഞാൽ പക്കാ തടിയാണ്. അതുകൊണ്ട് 2400 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 4 ബെഡ്റൂമൊക്കെ ഉള്ള നല്ല ഒരു വീടും. ഈ ഒരേക്കർ സ്ഥലത്തിനകത്താണെങ്കിലും ഒത്തിരി അതും ഇതൊക്കെ ഉള്ള ഒത്തിരി കൃഷികൾ ചെയ്തിട്ടുണ്ട്. ജാതിയുണ്ട്, കൊക്കോയുണ്ട്, ചാമ്പയുണ്ട്, പേരയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക പ്ലാവുണ്ട്, തെങ്ങുണ്ട് എന്ന് വേണ്ടുന്ന ഒത്തിരി കൃഷികൾ ഒരു നല്ലൊരു പുരയിടമായിട്ട് കരുതാം. ഒത്തിരി റബ്ബറോ അല്ല അങ്ങനെയുള്ളതൊന്നും അല്ല, നല്ലൊരു പുരയിടമായിട്ട് കരുതാം. വാഴയുണ്ട്, കപ്പയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു വീടും ദൃശ്യങ്ങളുമാണ് മീനച്ചിൽ ഹോംസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക. പാലാ മുനിസിപ്പാലിറ്റി ആണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പാലാ മുനിസിപ്പാലിറ്റി ഇതാണ്ട് അപ്പുറം കാണുന്ന വീട് വരെയും പാലാ മുനിസിപ്പാലിറ്റിയാണ്. ഇത് പാലാ മുനിസിപ്പാലിറ്റിയിലല്ല, പാലാ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത്രയും പാലാ ടൗണുമായിട്ട് അടുത്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. പാലായിൽ നിന്നും ഏകദേശം ടൗണിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം മാത്രം പോയാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ശാന്തസുന്ദരമായ ഒരു വീടും സ്ഥലവും നിങ്ങൾക്കും സ്വന്തമാക്കാം. അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീട് ഇതുപോലൊരു വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇതുപോലൊരു സ്ഥലമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉടൻ തന്നെ മീനച്ചിൽ ഹോംസിൻ്റെ ഫോണിലേക്ക് വിളിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോ ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. അടുത്തൊക്കെ ചെറിയ നല്ല വീടുകളൊക്കെ ഉള്ള നല്ല ഒരു മേഖലയാണ്. എന്നാൽ തൊട്ട് ചേർന്നുള്ള വീടുകൾ എന്ന് പറയാനായിട്ട് കുറച്ച് വീടുകളാണുള്ളത്. അങ്ങനെയുള്ളൊരു മേഖലയിൽ ഇതായി കാണുന്ന സ്ഥലം ഉൾപ്പെടെ 1 ഏക്കർ സ്ഥലത്തോടു കൂടി 2400 സ്ക്വയർ ഫീറ്റ് വീടും കൂടി നമുക്ക് ലഭിക്കുന്നത് 2,65,00,000 രൂപ ചോദിക്കുക മാത്രമാണ്. അതും പാലാ മുനിസിപ്പാലിറ്റി തന്നെ. അതുകൊണ്ട് ജാതിയൊക്കെ കായ്ച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം. പഞ്ചായത്ത് റോഡിൽ നിന്നും ഈ വീട്ടിലേക്ക് മാത്രമുള്ള വഴി, അതായത് പേഴ്സണൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള വഴി തന്നെയാണ് വീടുകളിലേക്ക് കയറുന്നത്. വൈകുന്നേര സമയമാണ്. അപ്പോൾ സൂര്യനൊക്കെ ഒരു 4 മണി സമയത്തൊക്കെ ആകുമ്പോൾ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന കാണാം നമുക്ക്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ കാണുവാനായിട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതാണ് വീടിൻ്റെ ഏകദേശ രൂപം. ഇവിടെ നിന്ന് നമ്മൾ ഇതാണ് വീടിൻ്റെ ഏകദേശ രൂപം. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു ഷെഡ് കാണാം. അത് ഞാൻ പറഞ്ഞു തടിയുടെ ബിസിനസ് ഉണ്ടായിരുന്ന ആളാണ്. ഫർണിച്ചറൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നവിടെ ഇരുന്ന ആളാണ്. അതുകൊണ്ട് തടി സാധനങ്ങൾ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുവാനായിട്ട് വെച്ചിരുന്നൊരു ഷെഡാണ് ഇപ്പുറത്ത് കാണുന്നത്. നമ്മൾ വീടിൻ്റെ ഏകദേശം ഫ്രണ്ട് വ്യൂ കണ്ടതുകൊണ്ട് പ്ലാവൊക്കെ കായ്ച്ചു കിടക്കുന്നത് നമുക്ക് കാണാം. നല്ല വരുമാനം അല്ലെങ്കിൽ നല്ലൊരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു പുരയുടെ ഭൂമിയാണ്. ഇതാണ് കിണറുള്ളത്. കിണർ വെള്ളം ഒരിക്കലും പറ്റില്ല എന്നുള്ളതും വെള്ളം കയറില്ല എന്നുള്ളതും ഇതിൻ്റെ 2 പ്രത്യേകതകളാണ്. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് വഴി ആദ്യം മുകളിലോട്ടൊക്കെ പറമ്പിലൂടെ ഒന്ന് കയറി ഇറങ്ങി പോരാമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ നേരെ പോകുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ആശാരിമാരിരുന്ന് പണിയാനായിട്ടുള്ള ഫർണിച്ചർ, തടി സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഷെഡ് വഴിയാണ് നമ്മളങ്ങ് പോവുക. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇതാണ് ആ ഷെഡ് എന്ന് ഉദ്ദേശിച്ചത്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ആക്കി മാറ്റാം, ഇല്ലെങ്കിൽ ഇത് പൊളിച്ച് കളയാവുന്നതാണ്. എന്നിട്ട് നല്ലൊരു പുരയുടെ ഭൂമിയാക്കി ഇതിനെ വീണ്ടും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും കുറേ കൃഷികളൊക്കെ ഇതിനകത്ത് ചെയ്യാം. റബ്ബർ വെട്ടി ഇറങ്ങിപ്പോയിരിക്കുന്ന, അതിന് ശേഷം കുറച്ച് കൃഷികൾ മാത്രം ചെയ്തിരിക്കുന്ന ഒരു പുരയുടെ ഭൂമി തന്നെയാണ് ഇവിടം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നല്ലൊരു ഡെവലപ്ഡ് ആക്കി എടുക്കാനും പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളി സംഭവം തന്നെയാണിത്. ഇതാണ് കൃഷികള കാര്യങ്ങൾ, വാഴകളെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ ഇതാണ് ഈ ഇപ്പുറത്ത് കാണുന്ന ഈ സ്ഥലം എല്ലാം കൂടെ ഉൾപ്പെടെയാണ്. നമുക്ക് ഇനിയും കുറേയധികം കൃഷികൾ ചെയ്യുവാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. മക്കളൊക്കെ വിദേശത്തായതിനാൽ ഈ ഭൂമി വിറ്റിട്ടോ ഒരു വില്ല പോലെ ഒരു വീട് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീട് വിൽക്കുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കുറേയധികം മാങ്കോസ്റ്റിൻ, റംബൂട്ടാൻ എന്ന് വേണ്ടുന്ന എല്ലാ ഇതുണ്ട്. ഒരു നാടൻ ജാതി,
അങ്ങനെയുള്ള എല്ലാ തരം കാര്യങ്ങളും ഇരുമ്പി ഇങ്ങനെയുള്ള എല്ലാം ഒരു പുരയിടത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഉണ്ട് എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഞാനൊരു ഇരുമ്പിക്ക പറിച്ച് തിന്നാനായിട്ട് പറിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു പുരയിട ഭൂമി തന്നെയാണ്. നിങ്ങൾക്കും ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. പാലാ ടൗണുമായിട്ട് ഏറ്റവും നിയറസ്റ്റ് വരുന്ന രീതിയിലുള്ള ഒരു ഭൂമിയാണിത്. അതായത് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ വീട് വരെയും മുനിസിപ്പാലിറ്റിയാണ്, അതിൻ്റെ ഇപ്പുറത്ത് ഇത് പഞ്ചായത്തിൽപ്പെട്ട ഭൂമി. അതാണ് ഈ വീടിൻ്റെ ഒരു മുനിസിപ്പാലിറ്റിയുടേതായ ടാക്സുകളോ കാര്യങ്ങളോ വരത്തില്ല, പഞ്ചായത്തിൻ്റേതായിട്ടുള്ളതേ വരികയുള്ളൂ. ഇത് ഒരു പ്രത്യേകതരം ഫ്രൂട്ട്സാണ്. പ്രമേഹത്തെ ഒക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രൂട്ട്സ് എന്നാണ്. മങ്കോട്ടദേവ എന്ന് പറയുന്നൊരു ഫ്രൂട്ട്സാണ്. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് അതിനെപ്പറ്റി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പലയിനം കൃഷികൾ, ഏകദേശം 8 വർഷത്തോളം പഴക്കമുള്ള വീടാണ്. എല്ലാം തടികളാണ് പാനൽ ചെയ്തിരിക്കുന്നത്. കാര്യങ്ങൾ എല്ലാം തടികളാണ്. ഇതുണ്ടോ, തേക്കിൻ തടി കൊണ്ടുള്ള ഡോറ് കാര്യങ്ങൾ, അതുപോലെ ജനൽപ്പാളികൾ എന്ന് വേണ്ടുന്ന എന്താ വേണ്ടത് തേക്കിൻ തടി കൊണ്ട് അതെല്ലാം ഇതിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. വീടിനകത്തേക്ക് കയറുകയാണ്. വീടിനകത്തേക്ക് കയറിയാൽ നല്ല ഫർണിച്ചറുകൾ കാര്യങ്ങൾ എല്ലാം ചെയ്തിരിക്കുന്ന നല്ലൊരു ഇരിപ്പാണ് വീടിൻ്റെ. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത്രയും തോന്നിയെന്ന് വരില്ല, പക്ഷേ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഒരു ഗംഭീര വീട് തന്നെയാണിത്. സിറ്റ് ഔട്ട് ആണെങ്കിലും വലിപ്പമേറിയ സിറ്റ് ഔട്ടാണ്. നമുക്ക് ജസ്റ്റ് അകത്തോടെ, അതായത് പുതിയ വീടുകളുടെ വീഡിയോ കാണിക്കുന്നത് പോലെ ഓരോ മുക്കും മൂലയും നമ്മൾ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിക്കുന്ന വീടുകൾക്ക് അവരുടേതായ ഒരു പ്രൈവസി കൊടുക്കാൻ എപ്പോഴും മീനച്ചിൽ ഹോംസ് ശ്രദ്ധിക്കാറുണ്ട്. ഏകദേശം ഒരു രൂപം, ഏകദേശം ഒരു ഐഡിയ തരിക, അത് താമസിക്കുന്ന വീടാണെങ്കിൽ. അതുകൊണ്ട് അതിനുശേഷം നേരിൽ വന്ന് പ്രോപ്പർട്ടി നേരിട്ട് കാണാം, വീടും സ്ഥലവും എല്ലാം കയറി ഇറങ്ങി കാണാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡീല് എന്ന് പറയുന്നത്. കാരണം അവരുടേതായ ഒരു പ്രൈവസി നമ്മളെപ്പോഴും കൊടുക്കണം എന്ന് ചിന്തിക്കുന്നവരാണ്. മേടിക്കാൻ വരുന്നവരുടെ ആണെങ്കിലും നമ്മളെപ്പോഴും മേടിക്കാൻ വരുന്നവർക്കാണെങ്കിലും വിൽക്കാൻ വരുന്നവർക്കാണെങ്കിലും അവർക്ക് അവരുടേതായ കാര്യങ്ങളിൽ ഒരു മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ കാണിക്കുന്ന പ്രോപ്പർട്ടികൾ തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഉചിതം എന്ന് നമ്മൾ അങ്ങോട്ട് അഭിപ്രായം ഒരിക്കലും പറയാറില്ല. ഞാനൊക്കെ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങിയ കാലത്തൊക്കെ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന പ്രോപ്പർട്ടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ, കാരണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ കാശ് മുടക്കുന്നതാണ്. ചില ആൾക്കാരുടെ കൂടെ പോയി കഴിയുമ്പോൾ അവരെടുക്കുന്ന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ചീത്ത പറയും എന്ന് പറയുന്നൊരു കാലഘട്ടം. ഇപ്പോൾ ആരെപ്പറ്റിയും അങ്ങനെ പറഞ്ഞ് കേൾക്കാറില്ല. അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ ഇറങ്ങിയ കാലത്ത്, ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ ക്യാഷ് ഉണ്ടാക്കി മേടിക്കാൻ വരുന്ന ആൾക്കാർക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിതൊരു പ്രെയർ റൂമാണ് കാണുന്നത്. പ്രെയർ ഏരിയ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. തേക്കന്തടി കൊണ്ടുള്ള ഒരു പാനലിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വിൽക്കുന്നവർക്കും അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തൊരു മീഡിയേറ്റർ എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അവരുടേതായ ഒരു സ്വാതന്ത്ര്യം അതൊക്കെ എല്ലാത്തിലും വേണം എന്ന് ചിന്തിക്കുന്ന ഒരു ഏജൻസിയാണ് മീനച്ചിൽ ഹോംസ്. അപ്പോൾ ഇത് നമ്മുടെ നല്ലൊരു പ്രെയർ ഏരിയ, കണ്ടാലേ ഇറങ്ങിപ്പോകാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് നല്ല രീതിയിലാണ് ഈ ഒരു പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ഈ മഠങ്ങളിൽ അല്ലെങ്കിൽ സെമിനാരികളിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു ചെറിയ ചാപ്പൽ പോലെ ഫീൽ ചെയ്തു എനിക്ക്. അത്രയ്ക്ക് നല്ലൊരു പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇതിനപ്പുറത്ത് വേറൊരു ബെഡ്റൂം കൂടിയുണ്ട്. അതിലേക്ക് ഇറങ്ങിയില്ല ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏകദേശം ഒരു വീടിൻ്റെ രൂപം മാത്രം, ഈ വീടിൻ്റെ രൂപം മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ തരുന്നത്. കംപ്ലീറ്റ് കയറി ഇറങ്ങി നടന്ന് വീഡിയോ എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ താമസിക്കുന്നത് കൊണ്ട് മാത്രം. അപ്പോൾ വില നെഗോഷ്യബിളാണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെ, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. നല്ല നല്ല വീടുകൾ, പുതിയതും പഴയതുമായ വീടുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം മീനച്ചിൽ ഹോംസ് വഴി. കാരണം ഇത്രയും കാലം പുതിയ വീടുകൾ തന്നെയാണ് നമ്മൾ വീഡിയോ ആഡ് ചെയ്തുകൊണ്ടിരുന്നത്.
എങ്കിലും ഇതുപോലെയുള്ള വീടുകൾക്ക് എൻക്വയറി കൂടി വരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വീടുകളുടെയും എന്താണ് 2 വണ്ടി കയറ്റിയിടാനുള്ള കാർ പോർച്ചുണ്ട്, 2 അല്ല 3 വണ്ടി കയറ്റിയിടാനുള്ള കാർ പോർച്ചുണ്ട്. അപ്പോൾ പുത്തൻ വീഡിയോയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. ഇത് ബിജു പാല, മീനത്തിൽ ഹോംസ്. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.